ഒരുപാട് തല്ല് കിട്ടിയല്ലേടാ. സാരമില്ല, എനിക്ക് ചേച്ചി ഒരുപാട് ഉപകാരം ചെയ്തതല്ലേ. അതിനു പകരം ഞാനും എന്തെങ്കിലും ചെയ്യണ്ടേ? നിനക്ക് മെസ്സേജ് അയച്ചപ്പോ എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ നീ കൃത്യസമയത്ത് തന്നെ എത്തി. ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അത്രയ്ക്ക് എമർജൻസി ആണെന്ന് ചേച്ചി പറഞ്ഞുകൊണ്ടാ ഞാൻ ഓടിയെത്തിയത്. താങ്ക് യു. അല്ല, അതെന്തിനാ ലാപ്ടോപ്പ് നശിപ്പിക്കണമെന്ന് പറഞ്ഞത്? അതിലായിരുന്നു എന്റെ ജാതകം. അതിലുള്ള വിഷ്വൽസ് അവര് കണ്ടിരുന്നെങ്കിൽ ആ നിമിഷം എന്നെ അവര് അടിച്ചിറക്കുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ചില കാര്യങ്ങൾ നേടണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടണം. ഇപ്പൊ കുഴപ്പമില്ല, സപ്പോർട്ടിന് നീ കൂടെ ഉണ്ടല്ലോ. ഞാൻ മാത്രമല്ല ചേച്ചി, എൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാലേ അവരെന്ത് വേണമെങ്കിലും ചെയ്യും. എന്തായാലും കൂട്ടുപിടിച്ചോ, നഷ്ടം ഒന്നും ഉണ്ടാവില്ല. വേദയ്ക്ക് ഒരു ചേച്ചിയില്ലേ, ഇന്ദ്രജ. ഇന്ദ്രജയുടെ ഭർത്താവ് വിജയകുമാർ ഇന്ദ്രജയെ വിവാഹം ചെയ്ത ശേഷം ആ മഹാൻ ഇതുവരെ പണിയെടുത്തിട്ടേയില്ല. സുഖ ജീവിതം, ചെല്ലുന്നിടത്തെല്ലാം വലിയ സ്ഥാനം. ഈ ജാതകത്തിലെ ഗജകേസരി യോഗം എന്നൊക്കെ പറയില്ലേ, അതുപോലെ. വേദയും നീയും തമ്മിലുള്ള ബന്ധം ഒന്ന് സ്ട്രോങ് ആയാം നിനക്കും പിന്നെ കിട്ടാൻ പോകുന്ന പദവി അതാ. പക്ഷേ വിജയകുമാറിനെ പോലെ തീരെ മണ്ടനായി പോകരുത്. കിട്ടിയ സ്ഥാനം ഉപയോഗിക്കണം, വളരാനുള്ള അത്രയും വളരണം. അല്ല, അപ്പൊ ചേച്ചിയുടെ കാര്യം? വേദയ്ക്ക് എന്നെ ഇഷ്ടമാണ്, പക്ഷേ സൂര്യ സാറിന് ചേച്ചിയെ ഇഷ്ടമല്ലല്ലോ. ഇഷ്ടമാകും, അതിനാദ്യം സൂര്യ ഒറ്റപ്പെടണം. അതൊക്കെ നടക്കും മോനെ. പിന്നെ രണ്ടാമത് വീട്ടിലേക്ക് ചെന്നതിന് വേദയ്ക്ക് പരാതി ഉണ്ടാകും. സംസാരിക്കുമ്പോ സൂക്ഷിക്കണം. വന്നതും തല്ല് കൊണ്ടതും എല്ലാം അവളോടുള്ള പ്രണയത്തിന്റെ പേരിലാണെന്ന് അവളെ വിശ്വസിപ്പിക്കണം. അതൊക്കെ ഞാൻ ഏറ്റു ചേച്ചി. എങ്കിൽ പിന്നെ നമുക്ക് പിരിയാം. കൃത്യസമയത്ത് വേണ്ടപ്പോ ഞാൻ വിളിക്കാം. നീ ചെല്ല്. ശരി ചേച്ചി. മിത്ര മേഡത്തിന്റെ കൂടെ പോകാറുന്നില്ലേ? എന്തിന്? ആരാധന ആയിരുന്നല്ലോ അവളോട്. അപ്പൊ പിന്നെ അടുത്തിരിക്കുമ്പോ പൂജിക്കാൻ എളുപ്പമല്ലേ? സാർ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചെയ്യാവുന്ന ദ്രോഹങ്ങളൊക്കെ അവരോട് ചെയ്തിട്ട് മതി, നിർത്ത്. അവളോട് ചെയ്ത ദ്രോഹത്തിന്റെ കഥയൊന്നും ഇനി വിളമ്പണ്ട. അവളുടെ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കും ആളുകളുടെ പെരുമാറ്റം കണ്ടാൽ മനസ്സിലാവും സർ. എനിക്ക് മിത്ര മാഡത്തിന്റെ ഭാഗത്ത് ഒരു കുഴപ്പവും തോന്നിയിട്ടില്ല. ഈ വീട്ടിലേക്ക് അവളെ വിളിച്ചു വരുത്തിയത് ആരാ? അമ്മയല്ലേ? അമ്മ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്തായിരിക്കും? തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുക, എന്നെ ദേഷ്യം പിടിപ്പിക്കുക. അപ്പോ അവര് തമ്മിലുള്ള കരാർ എന്താണെന്ന് ആലോചിച്ചിരുന്നത് താൻ? സാറിന്റെ അമ്മ പറയും പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മിത്ര മാഡത്തിന് എന്താ ഭ്രാന്തുണ്ടോ? അല്ല സർ, അവർക്ക് എന്തിന്റെ കുറവുണ്ടായിട്ടാ? ഈ കുടുംബത്തിനേക്കാളും വലിയ സ്ഥാനമുണ്ട്, സൗന്ദര്യവും ഉണ്ട്. പിന്നെ അവരെ എന്ത് തട്ടിപ്പറിക്കുന്ന സാറ് പറയുന്നേ? നന്ദിനി, താൻ വലിയ ബുദ്ധിമതിയാണെന്ന് ചിന്തിക്കരുത്. മിത്ര ഈ വീട്ടിൽ വരുന്നതും സംസാരിക്കുന്നതൊക്കെ അപകടം തന്നെയാണ്. ശരി, അങ്ങനെ എന്തെങ്കിലും അപകടം വന്നാൽ അത് ഞാൻ സഹിച്ചോളാം. എനിക്ക് മിത്ര മാഡത്തിനോട് ഇഷ്ടമുണ്ട്, അവരുടെ അവസ്ഥയിൽ സങ്കടമുണ്ട്. ശരി, മിത്രയാണോ എന്നെയാണോ തനിക്ക് കൂടുതൽ ഇഷ്ടം? പറ പറ. തന്റെ മനസ്സിൽ എന്നേക്കാൾ പ്രാധാന്യം അവൾക്കുണ്ടോ? രണ്ടാളും എനിക്കൊരുപോലെയാ സർ. ഒരുപോലെയോ? അതെ,
രണ്ടാളോടും എനിക്ക് പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ലല്ലോ. സാർ എന്നോട് കാരുണ്യം കാണിക്കുന്നുണ്ട്, അതുപോലെ മിത്ര മാഡവും കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ സാർ എന്നെ ദ്രോഹിച്ചു, അവരെന്നെ ദ്രോഹിച്ചിട്ടില്ല. സോ എന്നേക്കാൾ തന്റെ മനസ്സിൽ അവൾക്കാണ് സ്ഥാനമല്ലേ? ഞാൻ തന്റെ ആരുമല്ല, അല്ല നന്ദിനി. അല്ല സർ, നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് സാറിന് നന്നായിട്ട് അറിയാലോ. അത് താൻ വന്നു കയറിയ ദിവസം. അത് കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും ഞാൻ തന്റെ ആരോ ആണെന്ന് തനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ലേ? ഇല്ല സർ. സാറിന്റെ അമ്മയെ ദേഷ്യം പിടിപ്പിക്കാനല്ലാതെ സാറ് വേറെ എന്താ എന്നോട് ചെയ്തിട്ടുള്ളത്? നമ്മൾ കരാറുകാരല്ലേ സർ, എപ്പോ വേണമെങ്കിലും അവസാനിക്കാവുന്ന കരാറുകാര്. ഓക്കെ, അപ്പൊ ഞാൻ തന്റെ ആരുമല്ല. എനിക്ക് തന്റെ മനസ്സിൽ പ്രത്യേകിച്ച് ഒരു സ്ഥാനവും ഇല്ലല്ലേ? ഓക്കെ ഓക്കെ. ആരുമല്ല അല്ലേ നന്ദിനി? എന്നോട് ഒരു പ്രത്യേകതയും എനിക്ക് തോന്നിയിട്ടില്ല അല്ലേ? ഞാൻ തന്നെ സ്നേഹിച്ചിട്ടില്ല, കെയർ ചെയ്തിട്ടില്ല, പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല. ഏതോ ഒരുത്തൻ. അല്ലാതെ നമ്മൾ തമ്മിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല അല്ലേ? ഓക്കെ ഓക്കെ. ഹലോ തരുൺ, നീ എന്ത് പണിയായി കാണിച്ചേ? നീ എന്തിനാ വീണ്ടും ഇങ്ങോട്ട് കയറി വന്നത്? എന്തിനാ വീണ്ടും ഈ തല്ല് മുഴുവൻ വാങ്ങിയത്? അത് കുഴപ്പമില്ല വേദ. തന്റെ കുടുംബത്തിലെ എല്ലാവരുടെയും മുമ്പിൽ വന്ന് താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് പറയണമെന്ന് തോന്നി. ഇപ്പോഴത്തെ വരവോടുകൂടി അത് ക്ലിയർ ആയല്ലോ. പക്ഷേ നിനക്ക് തല്ലുകൊണ്ടില്ലേ? നിനക്ക് വേണ്ടി അല്പം വേദനയൊക്കെ സഹിക്കാൻ എനിക്കിഷ്ടമാണ്. അതെ, ഈ ഇഷ്ടവും പറഞ്ഞുകൊണ്ട് ഏട്ടന്റെ മുന്നിലെങ്കിലും ചെന്ന് ചാടണ്ട. കൊല്ലാനുള്ള ദേഷ്യത്തിലാ ഏട്ടൻ. അതൊക്കെ നടന്നോട്ടെ. അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കൊക്കെ തന്നെ കുറിച്ചുള്ള സംശയം പൂർണ്ണമായിട്ട് മാറിയോ? എനിക്ക് അതാ അറിയേണ്ടത്. അതൊക്കെ മാറി. നിന്റെ വരവ് കൊണ്ട് അങ്ങനെ ഒരു ഗുണമാണ് ഉണ്ടായത്. ആ, അപ്പോ ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം. ഇനി നിന്റെ ഏട്ടന്റെ മുമ്പില് ഞാൻ ചെന്ന് ചാടില്ല. അത്രയെങ്കിലും തീരുമാനം എടുത്തല്ലോ, നന്നായി. അതെ, നമ്മൾ ഇനി എപ്പോഴാ കാണുന്നേ? എന്തിനാ കാണാൻ തിടുക്കൊണ്ടെന്നും പറഞ്ഞ് വീണ്ടും ഇങ്ങോട്ട് വരാനുള്ള പരിപാടിയാണോ? റിസ്ക് എടുത്ത് വരണമെന്ന് താൻ പറഞ്ഞ ഞാൻ വന്നിരിക്കും. അങ്ങനെ പൊന്നുമോൻ ഇപ്പൊ റിസ്ക് എടുക്കണ്ട. തൽക്കാലം ഫോണിലൂടെയുള്ള സംസാരമൊക്കെ മതി. കാണാനുള്ള സമയമാകുമ്പോ ഞാൻ പറയാം. എടോ, താൻ എന്ത് ബോറ് കാമുകയാടോ? ഇഷ്ടപ്പെട്ട ഒരാളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം തോന്നില്ലേ? അങ്ങനെ തോന്നുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ നിൽക്കുന്നതേ ഒരു വീടിനകത്താ. പുലിയും കടുവയും ഒക്കെ ഉള്ളൊരു വീടിനകത്ത്. കണ്ടല്ലോ എല്ലാരെയും? കണ്ടു. എന്തായാലും ആ പുലിക്കും കടുവയ്ക്കൊക്കെ നമ്മൾ അംഗീകരിച്ചല്ലേ പറ്റൂ. എന്ന് പിന്നെ എല്ലാ കാലത്തും ഇങ്ങനെ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കാനാണോ പരിപാടി?